സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ച് ഉയർന്ന ശേഷം തകർന്നടിഞ്ഞ്. അപ്പോൾ എന്താണ് എന്നുള്ളത് വരാം. അതിന് മുമ്പ് ഇന്ന് ഇന്ത്യയിൽ കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഡാറ്റ, അല്ലെങ്കിൽ എല്ലാ ട്രേഡേഴ്സും കാത്തിരുന്നിട്ടുണ്ടായിരുന്നത് GDPയും അതേപോലെ തന്നെ ഡ്യൂറബിൾ ഗുഡ്സും ജോബ്ലെസ് ക്ലെയിംസുമാണ്. നാളത്തെ ഡാറ്റ ആട്ടോ ഏറ്റവും പ്രധാനപ്പെട്ട ഡാറ്റ. ഇവിടെ മഴ പെയ്യേണ്ടത്, അതുകൊണ്ട് പല സൗണ്ട് ഉണ്ടോ എനിക്കറിയില്ല. അപ്പോൾ നാളത്തെ ഡാറ്റ US പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റ PCE ഡാറ്റ നാളെ വരാനുണ്ട്. അപ്പോൾ ആ ഡാറ്റ, അതിന് മുമ്പ് ഗോൾഡിൻ്റെ റേറ്റ് ആർക്കെങ്കിലും പെട്ടെന്ന് അറിഞ്ഞ് പോകേണ്ടവർക്ക് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അത് ഞാൻ പറയാം. ഗോൾഡ് ഇപ്പോൾ ഉള്ളത് അലിമാട്, അതായത് വരാം. ഈ PCE ഡാറ്റ ഉണ്ടല്ലോ, നാളെ എക്സ്പെക്ട് ചെയ്യുന്നത് 0.3% മന്ത് ഓൺ മന്ത് ബേസിലുള്ള റൈസാണ്, അല്ലെങ്കിൽ 2.7 ഇയർ ഓൺ ഇയറിൽ, അതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ആ PCE ഡാറ്റ കരുതിയതിനേക്കാളും വലിയൊരു ഡാറ്റ വരികയാണെങ്കിൽ, അതായത് ഇൻഫ്ലേഷൻ കൂടുതൽ ഉണ്ട് എന്നുള്ളൊരു ഡാറ്റ വരികയാണെങ്കിൽ ഫെഡറൽ റേറ്റ് കട്ട് നടത്തുന്നതിനൊന്നും മടിക്കും എന്ന് ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും കരുതും. അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില തകർന്ന് തരിപ്പണമാവും. അത് ഷോർട്ട് ടൈമിലേക്ക്. ലോങ് ടൈമിലേക്ക് എപ്പോഴും ഇൻഫ്ലേഷൻ കൂടുതലുണ്ടെന്ന് പറഞ്ഞാൽ ഗോൾഡിന് അനുകൂലമായിട്ട് മാറ്റും. പക്ഷേ ഷോർട്ട് ടൈമിൽ ഇനി ഇൻട്രസ്റ്റ് റേറ്റ് ആൾറെഡി ഇൻഫ്ലേഷൻ കൂടുതലുണ്ട്, ഇനി ഒരു റേറ്റ് കട്ടും കൂടി നടത്തി കഴിഞ്ഞാൽ എന്താണെന്നുള്ളൊരു പേടിയായിരിക്കും. കാരണം ഇന്നലെ തന്നെ പറഞ്ഞത് ജെറോം പവൽ രണ്ടും കൂടി മാനേജ് ചെയ്തിട്ടേ പോകുള്ളൂ. റേറ്റ് കട്ടും ഒക്കെ ഇൻഫ്ലേഷനും കൂടി നോക്കി, അല്ലെങ്കിൽ മറ്റുള്ള ലേബർ ഡിപ്പാർട്ട്മെൻറ്റിലെ കാര്യങ്ങളും നോക്കിയിട്ട്. ഇന്നത്തെ ജോബ്ലെസ് ക്ലെയിംസ് വളരെ ഇമ്പോർട്ടൻറ്റ് ഡാറ്റയാണ്. ഓക്കെ, അപ്പോൾ ഇനി അഥവാ എങ്ങാനും ഒരു ന്യൂട്രൽ പൊസിഷൻ, അതായത് എക്സ്പെക്ട് ചെയ്ത പോലെ 0.3 ആ ഒരു ലെവലിൽ തന്നെ വരികയാണെങ്കിൽ പിന്നെ ഫെഡറലിൻ്റെ സ്പീച്ചിന് അനുസൃതമായിട്ടും മറ്റുള്ള ജോബ് ഡാറ്റയൊക്കെ പരിഗണിച്ച് ഏകദേശം ഒരു ന്യൂട്രൽ ലെവലിലൂടെ തന്നെ ആയിരിക്കും ഗോൾഡ് പോയേക്കും. നേരെ മറിച്ച് ഇൻഫ്ലേഷൻ നമ്പർ എങ്ങാനും കുറഞ്ഞു വരികയാണെങ്കിൽ, വളരെ കരുതിയതിനേക്കാളും വളരെ കുറഞ്ഞൊരു നമ്പറാണ് PCE ഡാറ്റ വരികയാണെങ്കിൽ, ഇൻഫ്ലേഷൻ വളരെ കുറവാണല്ലോ, അപ്പോൾ ഒന്ന് റേറ്റ് കട്ടൊക്കെ നടത്തുക. ഇൻഫ്ലേഷൻ ഇപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്നും കൂടിയേച്ച് വലിയ പേടിയൊന്നും പേടിക്കേണ്ടെന്ന് കരുതിയിട്ട് റേറ്റ് കട്ട് നടത്തും എന്നുള്ള ഒരു ചിന്താഗതിയിൽ എന്ത് ചെയ്യും, റേറ്റ് കട്ട് നടത്തി കഴിഞ്ഞാൽ സ്വർണ്ണത്തിന് എന്താവും, വലിയ രീതിയിൽ അനുകൂലമായിട്ട് വരും. കാരണം ആ ഒരു ചിന്താഗതി വന്നു കഴിഞ്ഞാൽ ആരും ബാങ്കിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം പലിശ തിന്നണമെന്ന് കരുതുന്ന ആളുകൾക്കൊക്കെ ഒരു അടിയായിട്ട് മാറും. ബോണ്ട് ഈൽഡ്, അവരൊക്കെ എന്ത് ചെയ്യും, ഗോൾഡിലേക്ക് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വളരെയധികം കുറയാണ് ഗോൾഡ് ചെയ്യുന്നതോടുകൂടി. കാരണം അത് ഗോൾഡ് വാങ്ങുന്നതോടുകൂടി ഉണ്ടാകുന്ന നഷ്ടം മറ്റുള്ള സാധനത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഉള്ള ആ നഷ്ടം കുറവാണ്. അതാണ് റെഡ്യൂസിങ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് ഗോൾഡ് എന്ന് പറയുന്നത്. കാരണം ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ എപ്പോഴും ഗോൾഡ് ഔട്ട് പെർഫോം ചെയ്യും അതുവഴി. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇതാണ് ഉള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ PCE ഡാറ്റ നാളെ വലിയ നമ്പർ വന്നു കഴിഞ്ഞാൽ സ്വർണ്ണവില തകരും. PCE ഡാറ്റ ചെറിയ നമ്പർ വന്നു കഴിഞ്ഞാൽ സ്വർണ്ണവില കുതിച്ചു വരും. അങ്ങനെ മനസ്സിലാക്കുക. ഇനി മാർക്കറ്റ് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ 2 വീക്ക് ഹൈയിലേക്ക് എന്ത് പോയിട്ടുണ്ട്, ഈ ഡോളർ പോയിട്ടുണ്ട്. അത്രയും വളരെ മോശമായ അവസ്ഥയിലേക്ക് ഡോളർ വന്നിട്ടുണ്ടായിരുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജെറോം പവൽ, ഈ എല്ലാ ട്രേഡേഴ്സും ഇൻവെസ്റ്റേഴ്സും ഒക്കെ ഈ ഒരു മാസം, അല്ലെങ്കിൽ ഈ ഒരു മാസമല്ല, ഈ ഒരു കൊല്ലം ഇയർ എൻഡോട് കൂടി 2 ഒക്ടോബറിലും പിന്നെ 1 ഡിസംബറിലും 0.25 വെച്ചാണ്ട് 2 റേറ്റ് കട്ട് നടത്തുമെന്നുള്ളതാണ്. പക്ഷേ അതിങ്ങ് ഫെഡറൽ ചെയർ ജെറോം പവൽ അങ്ങ് തൊള്ളുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞിട്ടില്ല ഇന്ന മാസം ഇങ്ങനെ ചെയ്യുമെന്നും. അങ്ങനെ പറയാത്തത് കൊണ്ട് ജസ്റ്റ് എന്ത് ചെയ്തു, ഡോളർ ഒന്ന് സ്ട്രെങ്തനിങ് നടത്തും. കാരണം റേറ്റ് കട്ട് ഉണ്ടാകുമ്പോഴാണ്, ഈ റേറ്റ് കട്ടിൻ്റെ ചിന്താഗതികൾ കൂടുതൽ ഉണ്ടാകുമ്പോഴാണ് ഡോളർ സ്ട്രെങ്തനിങ് കുറയുന്നത്. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ബോണ്ട് ഈൽഡും ഒക്കെ അങ്ങനെയാണ് മാറി പറയുക. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഉണ്ടാവും എന്നുള്ളത് തന്നെ പ്രതീക്ഷ. പക്ഷേ നാളത്തെ ഡാറ്റ PCE ഡാറ്റ വളരെ പ്രധാനമാണ്. ആ PCE ഡാറ്റ വളരെ കുറവായി കഴിഞ്ഞാൽ ഗോൾഡ് വീണ്ടും വലിയ ബമ്പം ഉയർച്ചയിലേക്ക് ആയിരിക്കും നാളെ പോയേക്കാവുക എന്നുള്ളതിൻ്റെ കാര്യങ്ങളാണ് ഇന്ത്യയിൽ പറയാനുള്ളത്. എന്തായാലും ഗോൾഡ് ഇപ്പോൾ ഉള്ള പ്രൈസ് എല്ലാവർക്കും അറിയാമല്ലോ, 83,920. നാളെ ഒരു 520 കൂടിയേക്കാവുന്ന നിലയിൽ സ്വർണ്ണവില ഉച്ച സമയത്തൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഒരു 80 രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണ്. പക്ഷേ അത് ഒന്നും വിശ്വാസിതമല്ല, വലിയ രീതിയിൽ മൂവ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗോൾഡ്. അപ്പോൾ ഇനി ജോബ് ഡാറ്റേൻ്റെ കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റേഴ്സ് എങ്ങനെയാണ് അതിനൊക്കെ നോക്കിയിട്ട് അനുസൃതമായിട്ട് ഗോൾഡ് മാറി മറിഞ്ഞേക്കും. ഓക്കെ.